രാഹുൽ പശുപാലിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. അഭിഭാഷകയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് കുറ്റപത്രം. രാഹുലിന്റെയും ഭാര്യ രശ്മി ആർ നായരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് കിസ് ഓഫ് ലവ് പേജ് ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ലെന്ന് കിസ് ഓഫ് ലവ് വക്താക്കൾ. രാഹുലിന്റെ സെക്സ് റാക്കറ്റുമായി കിസ് ഓഫ് ലവിന് ബന്ധമില്ലെന്നും ആരോപണങ്ങളിലൂടെ ചുംബന സമരത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ തകർക്കാനാവില്ലെന്നും ഇവർ വ്യക്തമാക്കി. അതേസമയം രാഹുൽ പശുപാലിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പിതാവ് പശുപാലിന്റെ വെളിപ്പെടുത്തലുണ്ടായി. കുടുംബത്തിൽ കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് മകനെന്നും മകന്റെ ശല്യം കാരണമാണ് താൻ വീട് വിട്ടു പോയതെന്നും കാട്ടി പിതാവ് പശുപാലൻ രംഗത്തെത്തി. രശ്മിയുമായുള്ള കൂട്ടാണ് രാഹുലിനെ ഇത്തരത്തിൽ കുഴപ്പത്തിൽ ചാടിച്ചതെന്നും പശുപാലൻ ആരോപിച്ചു. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ക്രൈംബ്രാഞ്ച് IG ശ്രീജിത്ത് IPS, ഒപ്പം BJP നേതാവ് ശ്രീ JR പത്മകുമാർ, ശ്രീ ഫക്രുദ്ദീൻ അലി, രാഹുൽ ഈശ്വർ, ഫേസ്ബുക്ക് സോഷ്യൽ മാധ്യമ പ്രവർത്തകൻ ശ്രീ VK ആദർശ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ശ്രീജിത്ത് IPSലേക്ക്. ശ്രീ ശ്രീജിത്ത്, ഇപ്പോൾ ഏതുവരെ ആയി പറയാൻ പറ്റുന്നിടത്തോളം ഈ കേസിന്റെ അന്വേഷണം? നോക്കൂ, ഈ കേസിൻ്റെ അന്വേഷണം ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ കേസ് എടുത്തതിന് ശേഷമാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ അറിയാവുന്ന സുപരിതമായ ഒരു ഓപ്പറേഷൻ്റെ പേരുണ്ട്, ഓപ്പറേഷൻ ബിഗ് ഡാഡി. പോലീസിൻ്റെ ഒരു പെറ്റേണൽ മുഖമാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ ഈ തരത്തിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു, 30 പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്തു. അതിൽ 29ാമത്തെയും 30ാമത്തെയും പ്രതികളാണ് നിങ്ങൾ ഈ പറഞ്ഞ 2 വ്യക്തികൾ. ഞങ്ങളെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ ഈ പ്രക്രിയ കഴിഞ്ഞ ഒരു 5-6 മാസമായി നടക്കുകയാണ്. അതിൽ ആദ്യത്തെ FIR ഏകദേശം ഒരു 3 മാസം മുമ്പ് ഞങ്ങൾ ഇട്ടുകയും അതിനെ തുടർന്ന് അന്ന് ഏകദേശം ഒരു 5 പേരെ ആ കേസിൽ അറസ്റ്റ് ചെയ്യുകയും അത് കഴിഞ്ഞ് അടുത്ത കേസ് തുടർന്ന് തന്നെ എടുക്കുകയും അതിലും തുടർന്ന് ഏകദേശം 12ഓളം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് 3ാമത്തെ സംഭവമാണ്. ഇങ്ങനെ ഓൺലൈൻ നവമാധ്യമങ്ങളെ പല രീതിയിൽ ദുരുപയോഗം ചെയ്ത് കുട്ടികളെയും നമ്മുടെ നാടിൻ്റെ നിയമങ്ങളെയും മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനും നമ്മുടെ കുട്ടികൾക്ക് പൂർണ്ണമായ സുരക്ഷ ഒരുക്കുവാനുമുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്ന പ്രക്രിയയാണിത്. അതിനകത്ത് യാദൃശ്ചിക വന്നുപെട്ട പ്രതികൾ എന്ന് തന്നെ വേണമെങ്കിൽ ഇവരെ വിളിക്കാം. ഞങ്ങളുടെ മുമ്പിൽ ഇവരാരാണെന്നുള്ളത് പ്രസക്തമേ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസും അത് കഴിഞ്ഞുണ്ടായിട്ടുള്ള അല്ലാതെയുള്ള എവിഡൻസും മാത്രമാണ് ഞങ്ങൾക്ക് പ്രസക്തം. അതനുസരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് കേസിൽ ഇന്നലെ ഈ പ്രതികളെ എല്ലാവരെയും നമ്മൾ അറസ്റ്റ് ചെയ്ത 12 പ്രതികളെയും നമ്മൾ കൊടുത്തിട്ടുള്ള എവിഡൻസ് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ റിമാൻഡ് കഴിഞ്ഞിട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായിട്ട് അവരെ നമ്മൾ കസ്റ്റഡിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ എനിക്കിവിടെ ഒഴിവാക്കാൻ സാധിക്കും. ബാക്കിയെല്ലാം അന്വേഷണത്തിന് വഴിയെ വരേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ശ്രീ ശ്രീജിത്ത് IPS, പക്ഷേ ഈ കേസിൽ 29ാമത്തെയും 30ാമത്തെയും പ്രതികൾ ആണല്ലോ ഈ പറഞ്ഞ 2 പേരുകാർ. പക്ഷേ ഇതിന് വലിയ വലിയ മത്സ്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നൊക്കെയുള്ള പറച്ചിലുകൾ പല ഭാഗത്തും ഉണ്ടല്ലോ. ഈ 28 വരെയുള്ള പ്രതികൾ ഏത് അർത്ഥത്തിൽ എന്തൊക്കെ രീതികളിലാണ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകാൻ സാധിക്കുന്നത്? നോക്കൂ, ഇപ്പം പറഞ്ഞതിനകത്തൊരു ചെറിയ തിരുത്ത് ഞാൻ പറഞ്ഞോളട്ടെ. 28, 29, 30ാമത്തെയും പ്രതി എന്നുള്ള അർത്ഥമില്ല. 3 കേസുകൾ എടുത്തതിൽ ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ എന്നുള്ള അർത്ഥം മാത്രമേ ഞാൻ ഈ പറഞ്ഞതിനുള്ളൂ. ഇവരുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം പൂർണ്ണമായും ഏതൊക്കെ രീതിയിൽ എത്ര കണ്ട് ഏത് ഡിഗ്രിയിലാണ് ഇവർ ഓരോരുത്തരും പങ്കെടുത്തിട്ടുള്ളതെന്നുള്ള പൂർണ്ണമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ. ഞങ്ങൾക്ക് പ്രഥമദൃഷ്ടിയായി കിട്ടിയിട്ടുള്ള എവിഡൻസ്, ഡിജിറ്റൽ എവിഡൻസിൽ ഇവരുടെ ഉത്തരവാദിത്വം നിസ്സംശയം തെളിഞ്ഞിരിക്കുന്നതിൻ്റെ പുറത്താണ് ഈ നടപടികൾ ഞങ്ങൾ എടുത്തത്. അങ്ങനെ ഒരു സോഷ്യൽ കോസിന്റെ മുമ്പിലേക്ക് ആളുകൾ വന്ന് എടുത്തു ചാടുന്നു. ആ ആളുകളുടെ നിന്ന് മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ അതിനകത്തൊരു നേതാവ് വേണ്ടി വന്നേക്കാം, കാരണം അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അല്ലെങ്കിൽ പത്രങ്ങൾക്കോ ആർക്കൊക്കെ വേണ്ടി വന്നിരിക്കാം. സ്വയം ഈ ഒരു അവസരം ഇങ്ങനെയുള്ള ഒരാൾ ദുരുപയോഗം ചെയ്യുന്നെങ്കിൽ അത് കുറ്റം തന്നെയാണ്. അത് പരമാവധി ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ വേണം. അതേസമയം ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക നേതാവില്ലാതെ പലതരം ആശയങ്ങൾ ചർച്ച ചെയ്ത് പുതിയൊരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ആ അന്തരീക്ഷം കെട്ടുപോയിട്ടില്ല. അത് ഇനിയും കേരളത്തിലല്ല മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായി കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ വ്യക്തിയുടെ അപജയം മാത്രമായി മാറ്റിക്കാണാം. മറിച്ച് സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു സമരത്തെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു മോബോക്രസി അല്ലെങ്കിൽ വലിയൊരു ജനതതി വഴി നടക്കുന്ന ഒരു സമരത്തെ അതിൻ്റെ തലത്തിലും കാണാം. തീർച്ചയായിട്ടും തിരിച്ചെത്താം ശ്രീ VK ആദർശ്. ശ്രീ JR പത്മകുമാർ, ഈ
വി കെ ആദർശ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ നേരത്തെ ഈ ഓപ്പറേഷൻ ബിഗ് ഡാഡിയിലൂടെ രാഹുൽ പശുപാലൻ എന്നുള്ള മുഖത്തെ മാത്രമല്ലല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. കിസ് ഓഫ് ലവ് തന്നെയാണ് അവിടെ ആക്രമിക്കപ്പെടുന്നത്. അത് ഇവിടെ ഓപ്പറേഷൻ ബിഗ് ഡാഡിയുടെ ഒരു പ്രശ്നമല്ല, അജണ്ടയല്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ടീമിൻ ഈ കേസിലൂടെ പക്ഷേ ഇപ്പോൾ ഒരു പ്രസ്ഥാനം അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് കിസ് ഓഫ് ലവ് ആണ്. അവരുടെ ഒരു കോസിനെ കുറിച്ചാണ് ഇപ്പോൾ നേരത്തെ വി കെ ആദർശ് പറഞ്ഞത്. അത്തരത്തിലുള്ള സമരങ്ങളുടെ ഒരു നിലവാരം തന്നെ ഇല്ലാതാകുന്നു, അതിൻ്റെ ഒരു സാധ്യത തന്നെ ഇനി മുന്നോട്ടില്ല എന്ന അർത്ഥത്തിലേക്ക് കാണുന്നുണ്ടല്ലോ ചിലരെങ്കിലും. അങ്ങനെയുള്ള പോസ്റ്റുകളും ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് താങ്കൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും? അല്ല, ഈ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്ന ആളുകളെല്ലാം പിടിക്കപ്പെടുമ്പോൾ എന്താ പറയുന്നത്? നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, നിയമത്തെ ഞാൻ അനുസരിക്കുന്നു, വിധി വരുമ്പോൾ ഞാൻ സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ. ഇന്നലെ വരെ ഇവരാരെങ്കിലും ഈ പശുപാലൻ ഞങ്ങളുടെ നേതാവല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? പശുപാലനും ലക്ഷ്മി നായരും ഞങ്ങളുടെ നേതാവല്ലെന്ന് കിസ് ഓഫ് ലവിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള അവകാശമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് ഇവരുടെ ഒരു ഇരട്ട മുഖമാണ് കാണുന്നത്. ഒരു സൈഡിൽ കൂടി സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സംരക്ഷണത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ആവശ്യം ഉന്നയിക്കുമ്പോഴും മറു സൈഡിൽ കൂടി പെൺവാണിഭവും ഈ സമൂഹത്തിന് യോജിക്കാത്ത നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യും. പക്ഷെ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഒരു എന്ത് സന്ദേശമാണ് ഈ കിസ് ഓഫ് ലവ് കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക്, രക്ഷകർത്താക്കൾക്ക്, യുവജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഒരു സന്ദേശവുമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് പറ്റിയത് മീഡിയയും ഈ ബുദ്ധിജീവികളും അങ്ങനെയൊക്കെ ഇടുന്ന ആളുകൾ ഒരു സൈഡിൽ കൂടി ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം അതിനെ വഴിതിരിച്ച് വിട്ടിട്ട് ഇത് ഈ ചുംബനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പൊതു പ്രശ്നമാക്കി മാറ്റിയെടുക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതാണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് കൊടിച്ചെത്താൻ കാരണം. ഞാൻ ഈ അഭിപ്രായം പറയുമ്പോൾ ഞങ്ങളാരും ചുംബനത്തിനെതിരല്ല, ഞങ്ങളാരും ചുംബിക്കുന്നതിനെതിരല്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ബസ് സ്റ്റാൻഡിൽ ഭർത്താവും ഭാര്യയും വന്നിട്ട് ഭാര്യ ഭർത്താവിനെ യാത്ര അയക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയെ ചുംബിച്ച് ബസ്സിൽ കയറി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇതൊക്കെ കണ്ടിട്ടുള്ള നിങ്ങളൊക്കെ ഈ കിസ് ഓഫ് ലവിന്റെ സമരം നടന്നപ്പോൾ അതിനെ ആക്രമിക്കാൻ പോയത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ട്, എയർപോർട്ടിൽ കണ്ടിട്ടുണ്ട്, അമ്മ മകനെ ചുംബിച്ചിട്ട് യാത്രയാവുന്ന കണ്ടിട്ടുണ്ട്. ആരും ചുംബനം, ഈ ചുംബനത്തിന്റെ പേരിൽ പൊതുനിരത്തിൽ കാണുന്ന ഈ ലൈംഗിക വൈകൃതത്തെയാണ് എതിർത്ത് അഭിപ്രായം പറഞ്ഞത്.